വണക്കം മക്കളെ, വണക്കം. കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഒരു പ്രത്യേകം വണക്കം. ലൂസിഫർ 2 എമ്പുരാൻ ഇറങ്ങിയ ദിവസം ഞാനൊരു അഭിപ്രായമല്ല, ഒരു അഭ്യർത്ഥനയായിട്ട് വന്നിരുന്നു. സിനിമ കാണാൻ പോകുന്നവർ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണണമെന്നൊരു അഭിപ്രായമായിട്ട് ഞാൻ വന്നിരുന്നു. പക്ഷെ ഇന്ന് ഞാനൊരു അഭിപ്രായമായിട്ടാണ് വരുന്നത്. കാരണം ഇറങ്ങിയപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ്. കേരളത്തിൽ ആ സിനിമനെ ചെയ്യുന്ന ഡീഗ്രേഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ആക്സെപ്റ്റബിൾ അല്ല. കാരണം ആസ് എ മലയാളി എനിക്കത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു അഭിപ്രായമായിട്ട് വന്നത്. പല രീതിയിലുള്ള ഡീഗ്രേഡിങ് ആണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഡീഗ്രേഡിങ് പിന്നെയും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സത്യങ്ങൾ പറയുമ്പോൾ പലവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അതിൻ്റെ ഒരു ഡീഗ്രേഡിങ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ സാധാരണ ആൾക്കാരടക്കം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നൊരു ഐഡിയ ഇല്ല. പടത്തിനെ പല രീതിയിൽ കുറ്റം പറയുന്നുണ്ട്. പല രീതിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എക്സ്പെക്റ്റേഷൻ ആയില്ല, അങ്ങനെ ആയില്ല. ആസ് എ മലയാളി സിനിമ കണ്ടിറങ്ങിയ ഒരാൾക്ക് ഒരു അഭിപ്രായം പറയാം. അവർ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യിപ്പിച്ച പോലുള്ളതില്ല. നമ്മളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതിനത്രയുള്ള സിനിമ അല്ല. പക്ഷേ മലയാള സിനിമയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങണത്. സോ നിങ്ങൾ പോയി കണ്ടു നോക്ക്. കാരണം 150 കോടി ഇറക്കി, 140-150 കോടി ഇറക്കിയ ഒരു സിനിമ 140 രൂപയ്ക്ക് 130 രൂപയ്ക്ക് കാണാൻ മലയാളികൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കണ്ടിട്ട് ഇങ്ങനൊരു ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയേണ്ട എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് ആക്ഷേപമാകണത് വ്യക്തി സ്വാതന്ത്ര്യമല്ല. അഭിപ്രായം പറയാം, പക്ഷെ അത് ആക്ഷേപമാകരുത്. അത് ഒന്നിനെക്കുറിച്ചും. പലവരും ഞാൻ എൻ്റെ മുന്നിൽ കേട്ടിട്ടുണ്ട്, വേസ്റ്റ് സിനിമ കാണാൻ പോകരുത്, 150 രൂപ നഷ്ടമാണ്, ഒന്നുമില്ല, മോഹൻലാൽ ഒന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിച്ച ഒരു മോഹൻലാലിനെ എപ്പോഴും മോഹൻലാലിനെ കാണിക്കാൻ പറ്റില്ല. ഇപ്പം മുണ്ടും ഷർട്ട് ഇട്ടാണ് മോഹൻലാലിനെ എല്ലാവർക്കും കാണാൻ ആഗ്രഹം എന്ന് കരുതി എല്ലാ സിനിമയും മുണ്ടും ഷർട്ട് ഇട്ടാൽ അവനക്ക് വരാൻ പറ്റുമോ? അവനക്ക് വേണ്ട മാറ്റങ്ങൾ. അവരവരുടെ ജീവിതത്തിൽ അവരവർ മാറ്റങ്ങളാവുന്നില്ലേ? എല്ലാവരും അവരവരുടെ പേഴ്സണൽ ലൈഫിൽ അവരൊരു മാറ്റങ്ങൾ ചെയ്യുന്നില്ലേ? കാലങ്ങൾ പോകുന്നതിനനുസരിച്ച് മാറ്റം ചെയ്യുന്നുണ്ട്. അതേപോലെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാർക്കും മാറ്റങ്ങൾ വേണം. അല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതേ ഇതിൽ മാത്രമേ മോഹൻലാലിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനമല്ല. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറക്കിയ സിനിമ എന്നുള്ളത് നമുക്ക് ട്രെയിലറും അതിൻ്റെ മുന്നേ നമുക്കറിയാം. പിന്നെ ഇതിനൊരു 3ാം പാർട്ട് ഉണ്ട്, എമ്പുരാൻ എന്ന് എഴുതിയിട്ട് അതിൽ ദ ബിഗിനിങ് എന്ന് എഴുതുന്നുണ്ട്, നെക്സ്റ്റ് പാർട്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പശ്ചാത്തലത്തിൽ പോയി സിനിമ കാണണം എന്നുള്ളത്. അല്ലാതെ എന്തെങ്കിലും കുറെ എക്സ്പെക്ടേഷനിൽ പോയിട്ട് സിനിമ കാണണം എന്നല്ല. പശ്ചാത്തലത്തിൽ സിനിമ കാണാം. മോഹൻലാൽ കുറച്ച് നേരേ ഉള്ളൂ. അത് എന്തുകൊണ്ട്? ഈ സിനിമ എന്താണ് കാണിച്ചു തരുന്നത്? ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഗുജറാത്ത് കലാപം നടന്ന കാര്യം അതിൽ പറയുന്നുള്ളൂ. കാരണം നമുക്കുള്ളതിനെക്കാട്ടി ഒരു ഐക്യു വാല്യൂ ഈ പറഞ്ഞ പോലെ ഡയറക്ഷനും ചെയ്യുന്നവർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കും ഉണ്ട്. സോ നടന്ന കാര്യമാണ് അതിൽ ആവിഷ്കരിക്കണത്, അതും വളരെ വൃത്തിയായിട്ട്. അല്ലാതെ നടക്കാത്ത നുണ ആരും പറയുന്നില്ല. അങ്ങനെയെന്നുണ്ടെങ്കിൽ അതിനെ പല രീതിയിലും ബഹിഷ്കരണം, ഇത് രാഷ്ട്രീയപരമായിട്ട് പല പ്രശ്നങ്ങളും കാണിക്കാം. പക്ഷെ അത് നടന്ന കാര്യമാണ്. നടന്ന കാര്യം കാണിക്കണോണ്ട് എന്താ പ്രശ്നം? ഇങ്ങനെയുള്ളത് കൊണ്ടല്ലേ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നതും പല കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കുന്നതും. അങ്ങനെ ഇല്ലാതെ നമ്മളൊന്നും അറിയില്ല. സോഷ്യൽ മീഡിയ ഏറ്റവും വൃത്തിയട്ട സാധനവും ഏറ്റവും നല്ല സാധനവും രണ്ടും 50-50 ആണ് ഈ സോഷ്യൽ മീഡിയ. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ തന്നെ സിനിമയും അവർക്കുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ അവർക്കും ചെയ്യാം, പല രീതിയിലുള്ളതാവാം, പലതും അവർക്ക് നമുക്ക് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊന്നും ഒരു രാഷ്ട്രീയപരമായിട്ട് ആരും ഇടപെടേണ്ട ആവശ്യമില്ല. എല്ലാ രാഷ്ട്രീയക്കാരെയും പറയുന്നുണ്ട്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ നടന്നൊരു സംഭവമായി ബേസ് ചെയ്തിട്ട്, അതായത് നോർത്തിൽ നടന്നൊരു സംഭവമായിട്ട് ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതിൽ സത്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാം പലവർക്കും അത് അന്വേഷിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ 2-3 വീഡിയോസിൽ കണ്ട പോലെ സെൻസർ ബോർഡ്, അതായത് കേന്ദ്ര സർക്കാർ സെൻസർ ബോർഡ് ചെയ്തിട്ടൊക്കെ തന്നെയാണല്ലോ സിനിമ ഇറക്കണത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് ആ ഭാഗം കട്ട് ചെയ്യാം, പലതും ചെയ്യാം. ചെയ്തില്ല, കാരണം നടന്ന സാധനം എന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് മതമാണെങ്കിലും നടന്ന കാര്യം ചെയ്യുമ്പോൾ അത് നമുക്കൊന്നും പറയാനില്ല. നടക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനെതിരെ ഇതാക്കാം, പലതും ചെയ്യാം. പക്ഷേ നടന്ന കാര്യം എന്തുകൊണ്ട് അത് ചെയ്ത പ്രശ്നം? ഇപ്പോൾ കാലങ്ങളായിട്ട് മോഹൻലാൽ അഭിനയിച്ച പല സിനിമകളിൽ കാലങ്ങളായിട്ട് പല മതങ്ങളിൽ രാഷ്ട്രീയത്തിനെയും പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. നമ്മളാരും എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ട്? ഇല്ല. അത് സിനിമയെ കണ്ടു പോവുക. ഇത് സിനിമനൊരു രാഷ്ട്രീയമാക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ ഉള്ളവരായാലും അത് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അതൊരു സിനിമ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. സിനിമയായിട്ട് കാണുക. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഈ ഡീഗ്രേഡിങ്, എന്താ ഈ ഡീഗ്രേഡ് ചെയ്ത് കിട്ടണമെന്ന് ശരിക്കും അറിയില്ല. മലയാളത്തിൽ ചരിത്രം ഇതുവരെ ഞാനിപ്പോൾ ഏകദേശം എനിക്കൊരു 26 വയസ്സായി. 26 വയസ്സിൽ ഞാനൊരു 10ാം വയസ്സ് മുതൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 16 വർഷമായി. 16 വർഷത്തിന് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമാറ്റോഗ്രഫി, ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണാണ്. എന്നെ പോലെ പലവരും. അപ്പോൾ 10% ആൾക്കാരാണ് ഇതിനെ നന്നായിട്ട് ഡീഗ്രേഡ് ചെയ്യണത്. പക്ഷേ ഈ 10% ആൾക്കാർ ബാക്കിയുള്ളവരോട് പറയുന്നത് സിനിമ കാണാൻ പോകണ്ട, വേസ്റ്റാണ്,
എന്താ പറയുക, സിനിമയിൽ ഒന്നുമില്ല, മോഹൻലാലിനെ പൃഥ്വിരാജ് വെച്ച് കളിക്കുകയാണ്. എന്ത് കളിക്കണേ, എങ്ങനെ അത് കളിക്കണത്? നമ്മൾ ആഗ്രഹിച്ച സീനിൽ മാത്രം മോഹൻലാലിനെ കാണണം എന്നുള്ള എക്സ്പെക്ടേഷൻ വേണ്ട. മോഹൻലാൽ പേര് ഇനി 3 ഉണ്ടല്ലോ, അതിൽ ഈ പറഞ്ഞ പോലെ ആഗ്രഹിച്ച പോലെ കേരള പശ്ചാത്തലമായിട്ടുള്ളൊരു കംപ്ലീറ്റ് ആയിട്ട് മോഹൻലാലിനെ വെച്ചിട്ട് എടുക്കാതിരിക്കാം. ഓക്കെ, അതല്ലാതെ എന്തിനാ ഈ ആവശ്യമില്ലാതെ ഡീഗ്രേഡ് ചെയ്യണത്? എന്നാൽ പടം അപ്പുറത്ത് ഡൗൺ ആവണമെങ്കിൽ കുഴപ്പമില്ല, പടം കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ കേരളത്തിൽ നിന്ന് മാത്രം 15 കോടി, ടോട്ടൽ 100 കോടി. അപ്പോൾ 10% ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക, മനസ്സിലായില്ലേ? 150 രൂപ കൊടുത്ത് പടം കണ്ടവർ പറയുക, പോയി കാണൂ, പടം പോയി കാണുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ. അല്ലാതെ പടം കാണാൻ പോകണ്ട, പടം വേസ്റ്റ് ആണ്, പടം അങ്ങനെയാണ്, പടം ഇങ്ങനെയാണ്, അങ്ങനെ എന്തിനാ അതിന്റെ ആവശ്യം? ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അഭിപ്രായം പറയും. അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി അഭിപ്രായം പറയാം, പക്ഷെ അതിനെ എതിർക്കരുത്, അല്ലെങ്കിൽ അതിനെ ഒരുമാതിരി താഴ്ത്തരുത്, മനസ്സിലായില്ലേ? എക്സ്പെക്ടേഷൻ അവനവന്റെ വീട്ടിൽ എന്ത് നടക്കണം. ഇപ്പം എൻ്റെ വീട്ടിലൊരു പരിപാടിയാണ്, അവിടെ ഞാൻ ചിക്കൻ ബിരിയാണി വെക്കണോ സദ്യ വെക്കണോ എന്നുള്ള എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കണം, എടാ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നീ എന്തായാലും വരണം, എല്ലാം ഒഴിവാക്കിയിട്ട് നീ വരണം എന്ന് പറയണം. അപ്പം പരിപാടിക്ക് വന്നിട്ട് പറയണ്, അയ്യേ അത് ശരിയില്ല, വേറൊരാളുടെ അടുത്ത് പറയാം അത് ശരിയില്ല, അവിടെ സദ്യ വെക്കായിരുന്നു പക്ഷെ അവിടെ ചിക്കൻ ബിരിയാണിയാണ് വെച്ചത് എന്ന് പറഞ്ഞതിൽ അർത്ഥമല്ല. അതേപോലെ തന്നെയാണ്, ഒന്ന് അംഗീകരിച്ചു കൊടുക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, മനസ്സിലായില്ലേ? പിന്നെ അഭിപ്രായം പറഞ്ഞോ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ പല യൂട്യൂബേഴ്സും വ്യക്തമായിട്ട് അതിന്റെ കഥ പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ അഗ്രി ചെയ്യും. പക്ഷേ ചില യൂട്യൂബേഴ്സ് എന്താ അത്, എന്തൊരു പടമാണോ എന്നൊക്കെ ചോദിക്കണ ഒരു കാര്യത്തോട് ഒട്ടും ഞാൻ യോജിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് ആഗ്രഹിച്ചതും വന്നതും. ഓക്കെ, ഞാൻ ഫസ്റ്റിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടേ ഇല്ല. ഫസ്റ്റ് ഞാനൊരു അപേക്ഷ എന്ന രീതിയിൽ പടം കാണൂ എന്ന രീതിയിലാണ് പറഞ്ഞ്, പടത്തിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിന് ഞാൻ കൂടുതൽ സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. പടം വെറുതെ നെഗറ്റീവ് ആക്കരുത്. ഓക്കെ, പടം കണ്ടിട്ട് കാണുന്നവർ അവരെന്തോ പറഞ്ഞോട്ടെ, കാണാത്തതിന് മുന്നേ കണ്ടവരൊരിക്കലും കാണാത്തവരോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളൊരു അഭിപ്രായം അത് കേട്ടത് വെച്ചിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അഭിപ്രായമല്ല എൻ്റെ മുന്നിൽ നടക്കുന്നതും. ഞാനൊരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടല്ല, ഇത് ഏത് നടനാണെങ്കിലും, മലയാള സിനിമയിലെ ഏത് നടൻ അഭിനയിച്ചാണെങ്കിലും, ഈവൻ എന്തെങ്കിലും ഒരു പുതുതായിട്ട് അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ റെസ്പെക്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതേപോലെ എല്ലാ മലയാളികളും കാണണം. മലയാളികളുടെ ഒരു വൃത്തികെട്ട സ്വഭാവം, ആസ് എ മലയാളി എൻ്റെ അടക്കം എല്ലാവരുടെയും ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അത് എല്ലാ കാര്യത്തിലും എടുക്കരുത്. അംഗീകരിക്കേണ്ടത് അംഗീകരിക്കപ്പെടുക വേണം, അല്ലാതെ വെറുതെ അതിനെ അടിച്ചമർത്തിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, രാഷ്ട്രീയം ഒന്നും ഇതിൽ കലർത്തേണ്ട ഒരു ആവശ്യമില്ല. പച്ചയായിട്ട് അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഏത് രാഷ്ട്രീയത്തിനെ പറയുകയാണെങ്കിലും അത് നല്ല നട്ടലോടുകൂടി തന്നെയാണ് അവൻ പറഞ്ഞിരിക്കുന്നതും കാണിച്ചിരിക്കുന്നതും, പൃഥ്വിരാജ്. ഓക്കെ, അപ്പം അതുകൊണ്ട് വെറുതെ ഒരു രാഷ്ട്രീയം കലർത്തി വെറുതെ ഒരു മലയാള സിനിമനെ, ഒരു മലയാളത്തിന് വെറുതെ വളരാൻ വിടാതെ ഇരിക്കുക. കാരണം മലയാളികളുടെ ഏറ്റവും വൃത്തിയായിട്ട സ്വഭാവമാണ് ആസ് എ മലയാളി. അത് ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും അതേപോലെ തിരുത്താൻ ശ്രമിക്കുക. വെറുതെ പടത്തിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് വെറുതെ ഒന്നും അല്ലാതാക്കരുത്. കണ്ടവർ കാണാത്തവരോട് പറയാം, പോയി കാണൂ, അഭിപ്രായങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പറയൂ. അല്ലാതെ കാണാനേ പോകരുത് എന്നുള്ളൊരു അഭിപ്രായം പറയാൻ ആരും നിൽക്കരുത്. ഓക്കെ, ഇതൊരു റിക്വസ്റ്റാണ്, ആ രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. പടം ഞാൻ ആസ് എ മോഹൻലാൽ ഫാൻ, അതല്ലെങ്കിലും ആസ് ഒരു മലയാളി എന്ന രീതിയിൽ ഞാൻ പറയുന്നത്, പടം അവർ പറഞ്ഞ രീതിയിലുള്ള ഒരു ഹൈപ്പില്ല, ഒരു ഗൂസ് ബംസ് നമുക്ക് തരുന്നില്ല. ഓക്കെ, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് അടുത്തതിൽ ഉണ്ടാവാം. ഓക്കെ, ഉണ്ടാവുന്ന സീൻസ് ഇതിൽ കുറച്ചുണ്ട്, അത് കൂടുതൽ നേരം വേണമെന്ന് എല്ലാ മലയാളികളും ആഗ്രഹിച്ചിട്ടുണ്ട്, തെറ്റില്ല. പക്ഷെ ആഗ്രഹം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ മൊത്തത്തിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യണതിൽ എനിക്കതിൽ പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പടം ഇങ്ങനെയാണ്, പോയി കാണുക. 140 രൂപ അല്ലെങ്കിൽ 150 രൂപ ടിക്കറ്റ് ഒരിക്കലും നിങ്ങളുടെ വേസ്റ്റ് ആവില്ല. പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, ഇതെനിക്ക് പറയണം തോന്നി പറഞ്ഞു. ഇതിനിപ്പോൾ നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാനത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.